ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന മൂവി അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചനാണ്, അതായത് കുഞ്ചാക്കോ ബോബനാണ് പടത്തിലെ മെയിൻ ലീഡ് റോളിൽ വരുന്നത്. കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല, ചിദംബരം ഉണ്ട്, പിന്നെ സജിൻ ഗോപു ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്, പിന്നെ ദിലീഷ് പോത്തനുണ്ട്, പിന്നെ സുധീഷ് ഏട്ടനുണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പടമാണ്. ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്ന നാല് പേരാണ്: ചിദംബരം, സജിൻ ഗോപു, കുഞ്ചാക്കോ ബോബൻ ആൻഡ് ദിലീഷ് പോത്തൻ. ഇവരെ 4 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയും ജാഫർ ഇടുക്കി ഇവരുടെ കൂട്ടത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും. സോ പുള്ളിയുടെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളിയാണ് മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, നമ്മുടെ സുരാജേട്ടനൊക്കെ വെച്ചുകൊണ്ടുള്ള പടം ചെയ്തിട്ടുള്ളത്. സോ പുള്ളിയുടെ പുതിയ പടമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സോ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഒരു സൈക്കോളജിക്കൽ ഡ്രാമ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമഡി ത്രില്ലർ അങ്ങനെയൊക്കെ ഉള്ളൊരു എല്ലാ ജോണറിലും കയറി ഇറങ്ങി പോകുന്നൊരു പടമാണ്. അതിന് ഇന്ന ഒരു ജോണർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ജോണർ മാത്രമായിട്ടല്ല ഇത് പറഞ്ഞു പോകുന്നത്. എല്ലായിടത്തും ഇതിനെ കയറി ഇറങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ്. സോ ബേസിക്കലി ഇതിനകത്ത് ഈ മാവോയിസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുക, എല്ലാവർക്കും വർക്കാവണം എന്നില്ല. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, നോട്ട് ദ പോയിന്റ്. സോ എല്ലാവർക്കും പറ്റിയ ഒരു പടമായിരിക്കണമെന്നില്ല. പേഴ്സണലി എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം, അവിടെ എല്ലാവരുടെ പെർഫോമൻസും, ദിലീഷ് പോത്തനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നടവേ, പുള്ളിക്ക് ഇതിനകത്ത് പാരലൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അവിടെ കിടന്നുകൊണ്ട് എന്നെ പെർഫോമൻസ് എന്നറിയുമോ മനുഷ്യൻ. പിന്നെ കുഞ്ചാക്കോവനാണെങ്കിലും ഇതിനകത്ത് വേറൊരു ക്യാരക്ടറിൻ്റെ ഒരു ഇമിറ്റേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റേ ക്യാരക്ടറിലോട്ടുള്ളൊരു ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. വാവ്, ഭയങ്കര രസമായിട്ടുള്ളൊരു ക്യാരക്ടർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. മേ ബി ഒരു കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ചിദംബരം, ഐ തിങ്ക് പുള്ളി ആദ്യമായി അഭിനയിക്കുന്ന പടമാണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല, പുള്ളി നല്ല ഗഡിക്കനായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചേക്കുന്നത്. സജിൻ ഗോപു ആണെങ്കിലും രസമാണ്, പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ള ചില കോമഡീസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നൈസ് സാധനമാണ്. ജാഫർ ഇടുക്കി ആണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു ഗെറ്റപ്പൊക്കെ പിടിച്ചുകൊണ്ട് എന്താ പറയുക, ഈ കൂട്ടത്തിൽ ഒഴുകുന്നവൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പിടിച്ചേക്കുന്നത്. പിന്നെ സുധീഷ് ഏട്ടനാണെങ്കിലും ഇതിനകത്തൊരു ഡോക്ടറായിട്ടാണ്, നൈസാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ ഒരു നൈസ് പടമാണ്. പെർഫോമൻസ് ആണ് കംപ്ലീറ്റ്ലി പടത്തിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ പെർഫോമൻസിലാണ് കളിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. ഇനി ഞാനാണെങ്കിൽ പോലും ഇതൊരു സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് വേണം പറയാൻ. കാരണം ഒരു വൺ ടൈം വാച്ചബിൾ സാധനം വിത്ത് എന്താ പറയുക, വിത്ത് ഗ്രേറ്റ് പെർഫോമൻസ് ആൻഡ് ആവറേജ് ഒരു മൂവി, എന്താ പറയുക, മൂവി എക്സ്പീരിയൻസ്. മനസ്സിലായി? അതായത് നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ അങ്ങനെയില്ല, പക്ഷേ പെർഫോമൻസ് ഭയങ്കര രസമാണ്, കണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ ഇന്നൊരു ജോണറിൽ തന്നെ അല്ല മൂവി നിൽക്കുന്നത്. ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട്, കോമഡി പോകുന്നുണ്ട്, കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കൊരു ക്യാരക്ടറിനോടും തോന്നുന്നില്ല. ഈവൻ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് പാരലൈസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് വലിയ ഹുക്കിംഗ് ഒന്നും അങ്ങനെ തോന്നുന്നില്ല. ഒരു നോർമൽ രീതിക്ക് നമ്മളങ്ങ് കേട്ട് പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്കൊരു നോർമലായിട്ടുള്ളൊരു പടം വിത്ത് എന്താ പറയുക, വിത്ത് ഗ്രേറ്റ് മറ്റേ ആക്ടിങ് അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. നമ്മൾ നോർമലി ഇപ്പോൾ കണ്ടുള്ള ഭരതനാട്യം 2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ വാഴ ആയിക്കോട്ടെ, വാഴ 2 ആയിക്കോട്ടെ. സോ അതുപോലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യില്ല. ഒരു നോർമൽ പടം വിത്ത് ഞാനീ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഗ്രേറ്റ് പെർഫോമൻസ് കാണാൻ പറ്റിയ ഒരു പടം കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നൈസ് ഒരു പടമാണ്. സോ അപ്പോൾ അതാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദിസ് മൂവി, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ആൻഡ് എൻജോയ് ഇറ്റ്. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ ബൈ.